നമസ്കാരം. കേരളത്തിലെ VC നിയമനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഇടപെടലുകൾ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലേക്ക് SFI മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ആ മാർച്ച് സംഘടിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ യൂണിവേഴ്സിറ്റികളിലേക്ക് നടന്ന മാർച്ചുകളിൽ നേതാക്കന്മാരെ ഉൾപ്പെടെ പിടിച്ചുകൊണ്ടുപോകേണ്ട സ്ഥിതിയുണ്ടായി. കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്ന ആ മാർച്ചിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് വിവിധ തലത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ളവർ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി. കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് നടന്ന ആ മാർച്ചിനെ അഭിവാദ്യം ചെയ്യുന്നതിനായി CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയുണ്ടായി. SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശിവപ്രസാദ് അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത്, ഈ കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള എല്ലാ മനുഷ്യരും ഈ സമരത്തിൽ ഒത്തുചേരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് എന്നുള്ളതാണ് ശിവപ്രസാദ് പറഞ്ഞു വെച്ചത്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ RSSന്റെ ശാഖയിലെ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിലും പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി ജനാധിപത്യ മര്യാദകേട് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് VC എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടാണ് SFIയും SFI പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ അതിശക്തമായി സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നടത്തി വരുന്നത്. അതിനുശേഷം നടന്ന ചാനൽ ചർച്ചയിൽ ശിവപ്രസാദ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. നമുക്ക് ആ ചാനൽ ചർച്ചയിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കിവിടെ കാണാം. പിന്നെ BJP പ്രതിനിധിയുടെ അഭിപ്രായങ്ങൾ എത്രയോ പരിഹാസമാണെന്ന് എനിക്ക് മുന്നേ തന്നെ സംസാരിച്ച പ്രിയപ്പെട്ട KJ തോമസ് ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറഞ്ഞത് VCയെ ചോദ്യം ചെയ്യാൻ അവസരമുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ ആ VC ഒന്ന് വിളിച്ചുകൊണ്ട് പോവാ. അദ്ദേഹം RSS ശാഖയിലേക്ക് ഇടയ്ക്ക് വരുന്നുണ്ടോ? മോഹനൻ കുന്നുമൽ. ആ മോഹനൻ കുന്നുമൽ RSS ശാഖയിൽ വരുമ്പോൾ നിങ്ങളൊന്ന് പറയണം. VC എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോയിരിക്കേണ്ട സ്ഥലം RSS ശാഖയല്ല, സർവകലാശാലയുടെ ആസ്ഥാനത്താണ്. എത്ര ദിവസമാണ് VC ആയി ചുമലേറ്റ ശേഷം മോഹനൻ കുന്നുമൽ കേരള യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത്? നിങ്ങൾ ചോദിച്ചോ? ഞങ്ങളുടെ മുന്നിലൊന്നും അയാളെ കിട്ടുന്നില്ല. അയാളെ കിട്ടുന്നത് നിങ്ങളുടെ മുന്നിലാണല്ലോ, ശാഖയിലാണല്ലോ കിട്ടുന്നത്. ഒന്ന് ചോദിക്കണ്ടേ, നിങ്ങൾ അങ്ങോട്ടൊന്ന് പോകുന്നുണ്ടോ എന്ന്? ഈ VCയുടെ ശമ്പളവും ആനുകൂല്യം അയാൾ വാങ്ങുന്നുണ്ടല്ലോ. അയാൾ എന്താ ചെയ്യുന്ന പണി? അയാൾ വരുന്നില്ല. എന്നിട്ടോ അയാൾ റഷ്യയിൽ പോയപ്പോൾ താൽക്കാലികക്കാരനാണെന്ന് ആലോചിക്കണം. താൽക്കാലികക്കാരനായ അയാൾ റഷ്യയിൽ പോകുമ്പോൾ മറ്റൊരു താൽക്കാലികക്കാരെ ചുമലേൽപ്പിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഘട്ടത്തിൽ ആൽബർട്ട് ഐൻസ്റ്റീനെ കേരള സർവകലാശാലയുടെ VC ആയി ക്ഷണിച്ച നാടാണ് കേരളം. അന്ന് അദ്ദേഹത്തിന്റെ തിരക്ക് മൂലം അദ്ദേഹത്തിന് ആ ചുമതല ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല. ആ കസേരയിലേക്കാണ് മോഹനൻ കുന്നുമൽ വന്നിരിക്കുന്നത് ആലോചിക്കണം. എത്ര സർവകലാശാല വിദ്യാർത്ഥികൾ ഈ സർവകലാശാലയ്ക്ക് കീഴിൽ റിസർച്ച് ചെയ്യുന്നുണ്ടെന്നറിയും. അവർക്ക് ദാക്ഷിണികമായ നേതൃത്വമാവേണ്ട വൈസ് ചാൻസലറുടെ യോഗ്യത എന്താ? റേഡിയോളജി ഡോക്ടറേറ്റ് ഒരു ഡിഗ്രി ഉണ്ടായേക്കും. റേഡിയോളജി ഡിഗ്രിക്കപ്പുറമായി ഈ കേരളത്തിലെ ഈ ഗവേഷകരെ ഉൾപ്പെടെ നയിക്കാൻ കഴിയുന്ന ഒരു പോസ്റ്റിൽ വന്നിരിക്കാൻ അയാൾക്ക് എന്ത് അക്കാഡമിക് യോഗ്യതയാണുള്ളത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ നിങ്ങൾക്ക് പോകാൻ കഴിയുമോ? വാട്ട് ഈസ് ദ ക്വാളിഫിക്കേഷൻ ഓഫ് മോഹനൻ കുന്നുമൽ? എന്ത് അക്കാഡമിക് യോഗ്യതയുടെ പുറത്താണ്? ഏത് പിൻബലത്തിലാണ്? ഏത് വിദ്യാഭ്യാസ മേന്മയുടെ പുറത്താണ് നിങ്ങൾ ഈ സർവകലാശാലയുടെ VC ആയി കയറിയിരിക്കുന്നത്? ഇനി സിസ തോമസിന്റെ യോഗ്യത എന്താ? KTU VC സ്ഥാനത്തുനിന്ന് ചെവിക്ക് പിടിച്ചാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ചെവിക്ക് പിടിച്ച് യോഗ്യതയില്ലെന്ന് പറഞ്ഞു. ആ ചെവിക്ക് പിടിച്ച് പുറത്തേക്ക് ഇറക്കിയ സിസ തോമസിനെ പിൻവാതിലൂടെ കയറി. പിന്നെ ഒരു വാക്ക് BJPയുടെ പ്രതിനിധി പറഞ്ഞത് വളരെ കറക്റ്റാണ്. എത്ര മനോഹരമായിട്ട് വാക്കുകൾ പ്രയോഗിക്കുന്നത്, ബാക്ക് ഡോർ എൻട്രി. ഞാൻ പറയുന്ന ആ വാക്ക് ഈ ചാനൽ ചർച്ചയിൽ ഫ്രെയിം ചെയ്ത് വെക്കണം. ആരാ ശരത്തേട്ട ബാക്ക് ഡോർ എൻട്രി കേരളത്തിൽ നടത്തുന്നത്? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അങ്ങയുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഒരു MLA ഉണ്ടായിരുന്ന BJPയെ പുറങ്കാല് കൊണ്ട് അടിച്ച് കേരളത്തിലെ ജനങ്ങൾ പുറത്താക്കി ആ ഒറ്റ സീറ്റിൽ ജയിപ്പിച്ച ആളുടെ പേര് V ശിവൻകുട്ടി, ഇന്ന് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. അങ്ങനെ പുറങ്കാല് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തമസ്കരിച്ച രാഷ്ട്രീയത്തെ നിങ്ങൾ ബാക്ക് ഡോറിലൂടെ കേരളത്തിൽ പ്രതീക്ഷിക്കാൻ ശ്രമിക്കില്ലേ? അപ്പൊ ആരാ ബാക്ക് ഡോർ എൻട്രി നടത്തുന്നത്? നിങ്ങൾ ഈ കേരളത്തിലെ വിവിധ സർവകലാശാല സെനറ്റുകൾ എടുക്കുക. ഞങ്ങൾക്ക് 6 പ്രതിനിധികൾ കേരള സർവകലാശാല സെനറ്റിലുണ്ട്, വിദ്യാർത്ഥി പ്രതിനിധികൾ. എങ്ങനെയാ ജയിച്ചെന്നറിയോ? ഒരു ആരിഫ് മുഹമ്മദിന്റെയും ഓഫീസിന് മുന്നിലോ ഒരു ആർലേക്കറിന്റെ ഓഫീസിന് മുന്നിലോ പോയി ഞങ്ങൾ പറഞ്ഞില്ല സാറേ ഞങ്ങളുടെ 2 പേരെ ഒന്ന് നോമിനേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ 4 പേരുണ്ട്. എങ്ങനെയാ വന്നെന്നറിയോ? ഗവർണർ പിൻവാതിലൂടെ, നിങ്ങൾ പറഞ്ഞ അതേ ബാക്ക് ഡോറിലൂടെ ഓട് പൊളിച്ച് കയറ്റിയിരുന്ന എന്താ യോഗ്യത? RSSകാരാണെന്നുള്ള ഒറ്റ യോഗ്യതയിൽ വിവിധ സർവകലാശാലയിൽ ഇരിക്കുന്ന BJP സിൻഡിക്കേറ്റ് മെമ്പർമാർ എന്താ യോഗ്യത? RSSകാരെന്നുള്ള ഒറ്റ യോഗ്യത. അപ്പൊ ആരാ സാറേ ബാക്ക് ഡോർ എൻട്രി നടത്തുന്നത്? ഞങ്ങൾ ഒരാളുടെയും കാല് പിടിക്കാൻ പോയിട്ടില്ല. പിന്നെ സിദ്ധാർത്ഥന്റെ മരണത്തെ പറ്റി അദ്ദേഹം പറഞ്ഞതിനെ ഞാൻ അടിവരയിട്ട് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ആരാ അമിത്ഷാ? കേരളത്തിലെ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണല്ലോ. എന്താ അമിത്ഷയ്ക്ക് SFI കേൾക്കും മുട്ടിടിക്കുമോ? ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക. അമിത്ഷയുടെ വെള്ളരി പ്രാവാണല്ലോ CBI.
അമിത്ഷാ ഇരിക്കാൻ പറയാൻ ഇരിക്കുകയും കിടക്കാൻ പറഞ്ഞാൽ കിടക്കുകയും കൂടെ കിടക്കാൻ പറഞ്ഞാൽ അതിനു പോലും തയ്യാറാവുന്നവരാണല്ലോ CBI കാത്തിരിക്കുന്നത്. ആ CBI അന്വേഷണം നടത്തിയല്ലോ സിദ്ധാർത്ഥിന്റെ മരണത്തിന്റെ പേരിൽ. ഒരൊറ്റ SFI പ്രവർത്തകനെ, ഒരൊറ്റ SFI നേതാവിനെ, SFIയുടെ ഗൂഢാലോചനയാണ് ഇത് എന്ന് നിങ്ങൾ ഉന്നയിച്ച ആരോപണത്തെ ഒരു വരി എഴുതി വെക്കാൻ CBIയുടെ ചാർജ് ഷീറ്റ് നിങ്ങൾക്കായോ? പിന്നെ ഏത് മരണത്തെ പറ്റി നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ CBI അന്വേഷണത്തിൽ പൂർണ്ണമായി SFI കുറ്റവിമുക്തമാക്കിയ ഒരു കേസിൽ എന്താ CBIക്ക് SFI കേൾക്കുമ്പോൾ കാല് പറക്കുമോ, മുട്ടിടിക്കുവോ? അങ്ങനെ ഒന്നും നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കണ്ട. അപ്പൊ ബാക്ക്ഡോർ എൻട്രി കേരളത്തിനകത്ത് നടത്തുന്നത് BJP ആണ്. അതിന് കയ്യിൽ ഒറ്റ പോയിന്റ് കൂടി അതിന് കൈയടിക്കുന്നത്, അതിന് കൈയടിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനകത്ത് മെറിറ്റ് എന്താ? ശരത്തേട്ടൻ കൃത്യമായി പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് KS പ്രതി നിങ്ങളുടെ അലോഷ്യ സേവർ എവിടെയോ നടത്തിയ ഒരു പ്രസംഗത്തെ പറ്റി നിങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞല്ലോ. ഞാൻ അലോഷ്യ സേവറിനെ ഈ ചാനൽ ചർച്ചയിൽ ഇരുന്ന് വെല്ലുവിളിക്കാൻ SFI സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലല്ല, ഒരു സാധാരണപ്പെട്ട അരിയാഹാരം കഴിക്കുന്ന മലയാളി എന്ന നിലയിൽ നിങ്ങളോട് ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നത് ആരിഫ് മുഹമ്മദ് ഖാനും തുടർന്ന് ആർലേക്കറും RSS സംവിധാനത്തിന്റെ ഭാഗമായി നോമിനേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനായ സെനറ്റ് മെമ്പറെ നിങ്ങൾക്ക് രാജിവെപ്പിക്കാൻ ധൈര്യമുണ്ടോ? ഈ ആനുകൂല്യം വാങ്ങി ഭക്ഷിച്ചിട്ട് ആ ആനുകൂല്യം തന്നവർക്ക് സ്തുതി പാടുന്നവരായി നിങ്ങൾ മാറിയിട്ട് വേറെ വർത്തമാനം പറഞ്ഞുകൊണ്ട് വരരുത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആരാ? ചരിത്രയുടെ ചോദിക്കുന്ന പ്രതിയോട്. കോൺഗ്രസ് അധ്യാപക സംഘടന നേതാവാ. അണമുറിയാത്ത നദീജല പ്രവാഹം പോലെ രാജ്യത്തെ ആകെ കോൺഗ്രസ് നേതാക്കന്മാരാകെ പോയല്ലോ. ആ കൂട്ടത്തിൽ നിങ്ങളുടെ മുൻ കോൺഗ്രസ് അധ്യാപക സംഘടന നേതാവ് കൂടി പോയോ എന്നൊന്ന് തന്നെയാണോ ആള് എന്നൊന്ന് ചോദിക്കുന്നുണ്ടോ? കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ RSSന്റെ കടന്നാക്രമണത്തെ ചെറുക്കുമെന്നും അത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ സമരമെന്നാണ്. ഈ സമരത്തിൽ വിദ്യാർത്ഥികൾ എല്ലാവരും, ഈ കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം എല്ലാം തന്നെ ഈ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളായ എല്ലാവരും ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. തുടർന്നും ഈ സമര പരിപാടികളായിട്ട് എന്ന് പിൻവലിക്കുന്നു അന്ന് വരെ ഈ സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് ശിവപ്രസാദ് പറഞ്ഞു വെച്ചിരിക്കുന്നത്.